അഫലാ യശ്കുറൂൻ. അള്ളാഹ് നിർത്തി നോക്കിയേ. അഫലാ യശ്കുറൂൻ, ഇത്രയും ഞാൻ ചെയ്തിരുന്നില്ലടോ, നന്ദി കാണിച്ചോടോ ഭായി. ഇതാണ് നല്ല ചോദ്യം. അവർ നന്ദി കാണിക്കുന്നില്ലേ? ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാഹു തആല അഫലാ യശ്കുറൂൻ അർത്ഥം പറഞ്ഞ എന്താ അറിയോ? അഫലാ യുവഹിദൂൻ, ഇത്രയും ഞാൻ ചെയ്തിട്ട് അവർക്ക് മുവഹിദുകളായിക്കൂടെ, പിന്നെ എന്തിനാ എന്നെ വിട്ടിട്ട് പോകുന്നു? ശരിയല്ലേ? അള്ളാഹു അല്ലാത്ത ഒരാളെ നമ്മൾ വിളിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയിൽ ഏതിലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാവണം, ഒരു കഴിവുണ്ടാവണം. ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എന്തുണ്ട്? തോട്ടങ്ങളും അരുവികളും ഒക്കെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടും അഫലാ യുവഹിദൂൻ, ഇവനെ എന്നെ മാത്രം നിങ്ങൾക്ക് വിളിച്ചൂടെ? എന്ത് മറുപടി അള്ളാഹിനോട് ഈ മനുഷ്യൻ പറയാ? സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ ഉലൈക കൽ അൻആം എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് പറയും? ഒന്നും പറഞ്ഞാൽ ശരിയല്ല, നമുക്ക് മറ്റൊരു വേണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് തെളിവ് നിരത്തി പറഞ്ഞാലും നമ്മളാരെ വിളിക്കുള്ളൂ? അതെ, മാസി അല്ലാഹ്. അല്ലാത്ത എല്ലാം ഇതിൽപ്പെട്ടു, അള്ളാഹു അല്ലാത്ത എല്ലാം ഇതിൽപ്പെട്ടു. അഫലാ യശ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ലേ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ആയത്തിൻ്റെ അർത്ഥം എന്നുള്ള പറയാം. ലിയഅ്കുലൂ, അവർ ഭക്ഷിക്കുവാൻ വേണ്ടി, മിൻ സമരിഹി, അതിൻ്റെ പഴങ്ങളിൽ നിന്നും, വമാ അമിലത്ഹു ഐദീഹിം, അവരുടെ കൈകൾ ഉണ്ടാക്കിയതിൽ നിന്നും ഭക്ഷിക്കുവാൻ വേണ്ടിയും. അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? എന്നാണ്